കൈനോക്കാനുണ്ടോ? കൈനോട്ടം ഞാനൊന്ന് ഇരിക്കട്ടെ. നടന്നു വിഷമിച്ചു. കൈ നോക്കാനുണ്ടോ? ആളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, വേഗം വാ. കൈ നോക്കാനുണ്ടോ? അമ്മ കൈ നോക്കാനുണ്ടോ? ഇങ്ക വാ വാ. ഭാവി പറയും, ഭൂതം പറയും, നല്ല കാലമൊക്കെ പറയും. വാ അമ്മ, ഇങ്ക വാ. കൈനോട്ടം കൈ നോക്കിത്തരാ ചേട്ടാ. കൊടുത്തിട്ടില്ല ചേട്ടാ ഇന്ന്. ഇതൊക്കെ തട്ടിപ്പാണ്. ഭാവി പറയും, ഭൂതം പറയും, നല്ല കാലം പറയും ചേട്ടാ. ഇന്ന് ഊണും കഴിച്ചിട്ടില്ല ചേട്ടാ. ഒരു ചായെങ്കിലും മേടിക്കാൻ 10 രൂപ താ ചേട്ടാ. ഇല്ല ചേട്ടാ, എല്ലാ കാര്യങ്ങളെ പറയുള്ളൂ. ഭാവി ഭൂതം നല്ല കാലമൊക്കെ പറയും ചേട്ടാ. ചേട്ടാ ചായ കുടിക്കട്ടെ. നേരം വെളുത്തിട്ട് കുടിച്ചിട്ടില്ല. എന്നിട്ട് പാടില്ല ചേട്ടാ. ചേട്ടാൻ പഴക്കും പറഞ്ഞു പോയിയാണ്. ഭൂതം ഭാവി പറയും. വാ ആളുകളൊക്കെ ഓടി വാ. ഭൂതം ഭാവി പറയും, എല്ലാ കാര്യങ്ങളും പറയും. കിട്ടിയിട്ടില്ല കടവുളെ, 10 പൈസ കിട്ടിയിട്ടില്ല. ചെറിയ റോഡാണ്. ഭൂതമൊക്കെ നോക്കാൻ ഹൈവേയുടെ സൈഡിലാണ്. 2 മനുണ്ട് ചേട്ടാ. ചേച്ചി കൈനോട്ടം ചേട്ടാ. കൈനോട്ടമാണ് ചേട്ടാ എന്റെ ജീവിതം. ഭാവി ഭൂതം പറയും, ഭൂതം ഭാവിയും പറയും. വാ ചേച്ചി വാ. ചേട്ടാ വാ. ചേച്ചിയാണ് അപ്പൊ ഭൂതം. അമ്മ കൈ നോക്കട്ടെ അമ്മ. നല്ല കാലം ഭൂതകാലം ഒക്കെ പറയാം. ഇങ്ങനെ വാ അമ്മ. കയ്യിൽ രേഖ ഒന്നും കാണില്ലല്ലോ. അയ്യോ എന്റെ കൈ വേറെ എടുക്കണേ. നോക്കട്ടെ അമ്മ, നോക്കട്ടെ. നല്ല കാലം ഭൂതകാലം ഒക്കെ. എന്റെ കൈ നോക്കിയേ. ഇങ്ങനെയാണോ കൈ നോക്കുന്നത്? അങ്ങനെയാണ് അവര് നോക്കുന്നത്. കൈ രേഖയൊക്കെ തെളിഞ്ഞു വരണ്ടേ. ഇത് തുണി അലക്കി രേഖയൊക്കെ മാഞ്ഞു പോയി. ഓ സോറി, നിനക്ക് ഇച്ചിരി അഭിമാനക്കുറവുണ്ടല്ലോ. വാഷിംഗ് മെഷീൻ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റൂലെന്ന്. അമ്മ ഇവിടെ ഇങ്ക വാ. ഇവിടെ ചൊല്ലട്ടെ അമ്മ. കൈനോട്ടം ആള് പാവപ്പെട്ടതാണ്, പക്ഷെ കോടീശ്വരിയുടെ ലുക്കാണ് കണ്ടാല്. പാവമാണ് ആള്, പാവമാണ്. ആദ്യം മുഖദക്ഷിണമൊക്കെ പറയാൻ ഞാൻ, പക്ഷെ ദക്ഷിണ വെക്കണം എനിക്ക്. അപ്പൊ എല്ലാം പറയും. അമ്മ നന്നായി വരട്ടെ. മോക്ക് ഒരു 3 അക്ഷരമുള്ള ഒരാളുമായിട്ട് സ്നേഹമുണ്ടായിരുന്നു. ശരിയല്ലേ മോളെ? ശരിയാണ്. സ്വന്തം ഇനത്തിൽപ്പെട്ട ആളല്ല, ശരിയല്ലേ? കല്യാണം കഴിഞ്ഞല്ലേ കൊച്ചില്ല? നീ വീട്ടിലേക്ക് വാ, ശരിയാക്കി തരാം. അതിന് ഇത് പഴയ കാര്യമായി ചേച്ചി പറയുന്നത്. ഇപ്പോഴത്തെ ഒന്നും അല്ല, പണ്ടത്തെ കാര്യമാ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. ഇപ്പത്തെ കാര്യമല്ല. എന്തായാലും നീ വീട്ടിലേക്ക് വാ. ഇവര് പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു. ഇതൊക്കെയാണ് പറയുന്നത്. ഇതിനൊന്നും പറയാനില്ലല്ലോ. ഇതില് കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. സ്നേഹിച്ചതല്ലേ, അത് കെട്ടുന്നതിന് മുമ്പുള്ളല്ലേ. ഇനിയിപ്പോ എന്ത് പറയാൻ? ഇതൊന്നും ഞാൻ അറിയാത്ത കേസാണ്. എന്തായാലും ആവട്ടെ, വാ പോകല ചേട്ടാ. ഒരു കാര്യം പറയാൻ ചേട്ടൻ്റെ. എന്റെയോ? എന്താണ്? നിങ്ങൾ വരുന്ന വഴിയിൽ വലിയൊരു അപകടം വരാനിരിക്കുകയായിരുന്നു. ഈ കൊച്ചിന്റെ ഭാഗ്യം കൊണ്ട് അത് മാറിക്കിട്ടി. അതെന്താണ്? വിശദമായിട്ട് പറയണമെങ്കിൽ ഒരു ദക്ഷിണ തന്നെ എനിക്ക്. അതൊന്നുമില്ലേ ചേച്ചി? അത് വേണ്ട, ഞാൻ കൊടുത്തോളാം. ഇനി എന്താന്നുള്ളത് എനിക്കറിയണം. കയ്യെന്ന് നോക്കട്ടെ. ഇത് കല്യാണ രേഖ. ഇത് നല്ല കാലം വന്നത്
ആ എടാ കൊച്ചു കള്ള, നീ രണ്ടക്ഷരമുള്ള പെണ്ണായിട്ട് സ്നേഹം ഉണ്ടല്ലേ? മുടിഞ്ഞ പ്രേമത്തിലാണല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വെറുതെ കള്ളം പറയുക, കുടുംബകാരം ഉണ്ടാക്കണം. കാണണത് അതാണ്. മതി മതി മതി. അവിടെ നിൽക്കുക ചേച്ചി, ചേച്ചി പറയിപ്പിക്കണില്ലല്ലോ. കൈ കാണിച്ചു. വേണ്ട, ഞാനില്ല. ഇത് വെറുതെ തട്ടിപ്പാണ്. ആ കള്ളത്തിലുണ്ടായിട്ടാണ്, അല്ലെങ്കിൽ നോക്കിക്കൂലേ. ബാക്കി പറയാമെങ്കിൽ രണ്ടക്ഷരമുള്ള പെണ്ണായിട്ട് മുടിഞ്ഞ പ്രേമത്തിലാണ്. ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ. ഇതിപ്പോ നമ്മളെ തെറ്റിപ്പിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. സത്യം പറ നിങ്ങ. എടീ എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ എന്റെ പൊന്നു ചേച്ചി, ഇനി ഒന്നും പറയണ്ട. ഞങ്ങൾ മര്യാദക്ക് എടീ, ഇത് നമ്മള് പ്രശ്നത്തിലാക്കണുള്ളൂ. മണി മീനു എന്നൊക്കെയല്ലേ അറിയോ? മീനു എന്ന് പറഞ്ഞ പെണ്ണിനറിയോ? എനിക്കറിയില്ല ചേച്ചി. ചേച്ചി ദൈവത്തെ ഒന്നും പറയാണ്ടിരിക്കാമോ? പൈസ തന്നില്ല ചേച്ചി പോവും. പൈസ എടി അങ്ങനെയൊന്നും ഇല്ല. ഇത് വെറുതെ പറയുന്ന. ഇത് പണ്ടേ തട്ടിപ്പാണ് ഈ ഭൂതം ഭാവിയൊക്കെ പറയുന്നത്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഞാൻ കാര്യം വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോ പറയണതാണ്. വീട്ടിൽ ചെല്ലുമ്പം നേരിട്ട് നമ്മള് കേൾക്കണം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളെ വീട്ടിലോട്ട് വാ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലേ പരിപാടി? എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇവര് പറഞ്ഞതിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ എന്ത് സംശയം? നിനക്ക് അവനെ 3 അക്ഷരമുള്ള അവനായിട്ട് സെറ്റപ്പ് ആണോന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എത്രണ്ണം പറഞ്ഞവര്? എത്രണ്ണം? എന്റെ കാര്യം അവര് നമ്മളെ നിന്നെ പറഞ്ഞതിന്റെ ബദലായിട്ട് അവരെന്നെ എനിക്കിട്ട് വെച്ചതാ. ഒരു സത്യമില്ല. പക്ഷെ നിന്റെ സ്വഭാവത്തിന് അതുണ്ട്. നിന്റെ സ്വഭാവത്തിന് അതുണ്ട്. നീ കൂടുതൽ ആളാകല്ലേ. എനിക്കറിയാം. നീ സത്യം പറ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാറില്ലല്ലോ. നീ പറ ഞാൻ അറിയട്ടെ. വീട്ടിലോട്ട് വാ. ഇവിടെ റോഡേ കടന്നു. അത് പറ്റൂല. നീ ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോയാ മതി. വീട്ടിലോട്ട് വാ. ആ ചേച്ചി എന്ത് ചെയ്യും? വീട്ടിലോട്ട് വാ. അത് പറ്റൂല. ചേച്ചി പറഞ്ഞില്ലേ സെറ്റപ്പ് ഉണ്ടെന്ന്. ഇത് സത്യമുള്ളതാണ്. ആണല്ലേ? ചേച്ചി നിന്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞിട്ട് നീ എന്നെ സ്നേഹിച്ചിരുന്നല്ലേ ചേച്ചി പറഞ്ഞ? ഈ പുള്ളിക്കാരൻ ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. എനിക്കൊന്നുമില്ല. അവര് വെറുതെ എനിക്കൊന്നുമില്ല. നീ ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. നമ്മളെ മക്കളാടി നിന്നെ. നീ ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞോണ്ട് ഞാൻ കാര്യം അറിഞ്ഞു. ഞാൻ പോകുമ്പോ എന്തൊക്കെ ഇവിടെ നടക്കണ്? നിന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനതേ തുറന്നു പറയാൻ എന്താന്നറിയോ? ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് നോക്കാം. എനിക്ക് അതിന് മുമ്പേ സംശയമുണ്ട്. ഞാനും തുറന്നു പറയാനിട്ട് നമ്മുടെ ജീവിതത്തിൽ വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇയാളുടെ കാര്യങ്ങളൊന്നും സംസാരിക്കാറുള്ളത്. ഇനി എനിക്ക് വേണ്ട. ചേച്ചി പറഞ്ഞപ്പോ എനിക്ക് ഏതായാലും മനസ്സിലായി. ഒട്ടും വേണ്ട. ഒട്ടും വേണ്ട. കാണിച്ചാ നീ വീട്ടിട്ട് വാ. എന്നിട്ട് ഞാൻ കാണിച്ചു നിന്റെ വഴിക്ക് പോടി. ഞാൻ കാണിച്ചു തരാം. പോകല്ലേ. വാ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. വാ കാര്യം ഇങ്ങോട്ട്. പോകല്ലേ. വാ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. വാ കാര്യം പറഞ്ഞിട്ട് പോകാം. വാ ചേച്ചി കാരണമല്ലേ ഇപ്പൊ ഈ ഒരു പ്രശ്നം. കാര്യം പറയണ്ടേ? പിന്നെ കാര്യം പറഞ്ഞതല്ലേ. കാര്യം പറ. കാര്യമല്ലേ പറഞ്ഞത്. ഇനി എന്നാ കാര്യാണ്? ഇതിലും വലിയ കാര്യം ഇനി ഞങ്ങക്ക് വേണ്ട. തന്റെ പേരെന്താ? സഹീർ. അപ്പൊ ഇയാളുടെ പേരെന്തെന്നാ? അപ്പൊ രണ്ടുപേരുടെ ഒരാളുടെ 3ഉം ഒരാളുടെ 2 ശരിയായില്ലേ? ശാസ്ത്രം ജയിക്കും എന്ന് പറഞ്ഞത് ഇതാണ് കാരണം. വല്ലാത്ത ശാസ്ത്രമായി പോയല്ലേ ചേച്ചി. പാവം. ഞാൻ തന്നെ ശാസ്ത്രം പറയരുത്. ശാസ്ത്രം സത്യമായിരിക്കും. അല്ല ഇതെന്ത് ശാസ്ത്രമാണ്? ശാസ്ത്രം പറഞ്ഞത് ഞങ്ങളല്ലേ കൂടി പേരും പറഞ്ഞിട്ട് വീട്ടിൽ നിങ്ങൾക്ക് വെളിവില്ലാതെ അറിയാൻ പാടില്ലാതെ തല്ലു പിടിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ആലോചിക്കണ്ടേ? നിങ്ങൾ കാരണം എനിക്കിട്ടൊരു അടി കിട്ടി. ഇവിടെ അടി കിട്ടിയത് അറിയാതെ ചെയ്തതല്ലേ? വേണ്ട മതി. ഞാനൊന്ന് ഇരിക്കട്ടെ. എന്റെ കാലൊക്കെ വേദന എടുക്കണം. കിടക്കോ ഇരിക്കോ എന്നാ ചെയ്യും. നീ മേലെ ഇതുപോലെ ആരെങ്കിലും വന്നിട്ടുണ്ടല്ലോ അവരെ പിടിച്ച് ഇതുപോലെ ഇരുത്തിയാണ്ടല്ലോ ഞങ്ങളെ പോലെ ആവില്ല. ഞങ്ങക്ക് നന്നായിട്ട് സ്നേഹിക്കാനും ക്ഷമിക്കാനും അറിയാവുന്നത് കുഴപ്പമില്ല കേട്ടോ. ഓരോ ഭൂതം ഭാവി. നമുക്ക് നേരെ മറ്റേ നിനക്ക് ഇഷ്ടമുള്ള പ്രൂഫിൽ പോയി ഫലൂദൊക്കെ മേടിച്ചു തരാവേ. ഇതാണ് പറയുന്നത്. ഭൂതം ഭാവി നീ നോക്കാണ്ടിരുന്നാ പോരെ. ഭൂതം ഭാവി പറയും. ഇനി ആരാണെന്നാവോ വരാൻ പോണത്? എന്തൊരു പ്രശ്നമായിരുന്നു.
ഇപ്പം എല്ലാം കഴിഞ്ഞ് ഭാവി എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെത്താനെ